hello, welcome to once. So, this session we will talk about BME, Basic Mechanical Engineering, Manufacturing, CAD and CAM. അപ്പോൾ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനും കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്. സോ ഇപ്പോഴത്തെ ഒരു മാനുഫാക്ചറിങ് ടെക്നോളജിയിലേക്ക് നമ്മൾ പണ്ട് ഡിസൈൻ ചുമ്മാ ഒരു കൈ കൊണ്ട് വരക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്യുക, സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുക, ആ ഒരു ടെക്നിക്കിൽ നിന്ന് ഇപ്പോൾ ടോട്ടലി മാറി. ഇപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ പോലും നമ്മളെന്താ കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള ഡിസൈനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. പല പല സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പോൾ സോളിഡ് വർക്ക്സ് പോലത്തെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് നമുക്ക് 3D മോഡലിംഗ് നമ്മൾ ചെയ്യും. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമുക്ക് അതിൽ തന്നെ കണ്ട് മാറ്റി ഒരു ഫൈനൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയെന്നുള്ളത് വരെ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ വിസിബിൾ ആണ്. ആൻഡ് അവിടെ നിന്ന് മാനുഫാക്ചറിങ്ങിലും ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇത് നമ്മളിപ്പോൾ NC, CNC, DNC മെഷീൻസ് എന്നൊക്കെ പറയാൻ നേരത്ത് ഒരു കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് ആണ്. മാനുഫാക്ചറിങ് ഏത് രീതിയിലാണ്, എങ്ങനെ എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട്, ഏതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് പോകാനായിട്ട് ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള പല പല മെഷീൻസ് കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇംപ്ലാന്റേഷൻസ് എന്ന് പറയുന്നത് ടോട്ടലി മാനുഫാക്ചറിങ്, പല മാനുഫാക്ചറിങ്, ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ്ങിലായാലും നിങ്ങൾ ജസ്റ്റ് ഒരു യൂട്യൂബിലൊരു വീഡിയോ നോക്കിയാൽ കാണാം, അവിടുത്തെ ഒരു റോബോട്ടിക്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, ടോട്ടലി മാനുഫാക്ചറിങ് ആ ഒരു സെക്ഷൻ തന്നെ ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് CAD, എന്താണ് CAM, അതിൻ്റെ ഓപ്പറേഷൻസിൽ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. സോ ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്ങിൽ ടെക്നോളജി CAD-ഉം CAM-ഉം എന്ന് പറയുന്നത് വളരെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. സോ ഒരു ഡിസൈൻ ആവട്ടെ, മാനുഫാക്ചറിങ്, മെക്കാനിക്കൽ കമ്പോണൻ്റ് ആവട്ടെ, 2 ഡയമെൻഷണൽ 3 ഡയമെൻഷണൽ കോംപ്ലക്സ് ഷേപ്സ് ഒക്കെ നമുക്ക് ഈസിലി ഡിസൈൻ ചെയ്യാം, അതേപോലെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ആൻഡ് CAD and CAM ടെക്നോളജി ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറഞ്ഞാൽ റോബോട്ട്സിൻ്റെ ഫംഗ്ഷനിങ് അല്ലേ. ഒരു സ്ക്രൂ അയക്കുന്ന പോലെ ഇപ്പോൾ തന്നെ റോബോട്ടായി ഹാൻഡ്സ് വന്നിട്ട് നട്ട് വീഴുന്നു, ഇല്ല ഫിക്സ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ CAD CAM സിസ്റ്റം റോബോട്ട് വർക്ക് ഡാറ്റ ഈസ് പ്രിപ്പയർഡ് ഫ്രം CAD ഡാറ്റാബേസ്. ഫ്രം ദി ഫസ്റ്റ് ഡിസൈനിങ് പ്രോസസ്സിൽ തന്നെ സംഭവം സെറ്റാക്കുക. അപ്പോൾ എന്താണ് CAD എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ ടു എയ്ഡ് ദി പ്രൊഡക്റ്റ് ഡിസൈൻ ഫ്രം കൺസെപ്റ്റലൈസേഷൻ ടു ഡോക്യുമെന്റേഷൻ. നമ്മളൊരു കൺസെപ്റ്റ് ഒരു സംഭവം ഇടുന്ന തൊട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണ വരെ കമ്പ്യൂട്ടറും ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർസും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിസൈൻ എഞ്ചിനീയറിംഗ്, ജോമെട്രിക് മോഡലിംഗ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എല്ലാം കൂടി ഇൻവോൾവ് ചെയ്തൊരു സംഭവത്തിന് നമുക്ക് CAD, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് നമുക്ക് പറയാം. ഇനി അതേപോലെ തന്നെ CAM-ലേക്ക് പോകുന്നിടത്ത് ഡിഫൈൻഡ് ആസ് എഫക്റ്റീവ് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ മാനുഫാക്ചറിങ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ. മാനുഫാക്ചറിങ് പ്ലാൻ എങ്ങനെ പോകണം, അതേപോലെ അതിൻ്റെ കൺട്രോൾ കാര്യങ്ങൾ എല്ലാത്തിലും ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. സോ മാനുഫാക്ചറിങ് ആവട്ടെ, കമ്പ്യൂട്ടർ ഡിസൈൻ, നെറ്റ്വർക്ക്, ഇതെല്ലാം കൂടി കമ്പൈൻ ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് എന്ന് പറയും. സോ സിമ്പിളായിട്ട് CAD-ഉം CAM-ഉം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്തിനാണ് CAD-ഉം CAM-ഉം അല്ലേ? നമ്മളിപ്പോഴത്തെ ഒരു ഫാസ്റ്റ് മൂവിങ് വേൾഡാണ്. അപ്പോഴും നമ്മൾ പ്രാചീന കാലങ്ങളിലെ ഒരു മാനുഫാക്ചറിങ്ങിലെ പണ്ടത്തെ ഒരു ഡിസൈനിങ് പ്രോസസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലോ ആവുകയുള്ളൂ, നമ്മുടെ പ്രൊഡക്ട്സ് പുറത്തിറങ്ങാനായിട്ട് വൈകുകയുള്ളൂ. അപ്പോൾ അറ്റ്മോസ്റ്റ് ഓരോ ദിവസവും പുതിയ പുതിയ ഇന്നോവേഷൻസ് വരുന്നുണ്ട്, പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട്. സോ അത് മേക്ക് യൂസ് ചെയ്ത് മാക്സിമം ഫാസ്റ്റായിട്ട് നല്ല ക്വാളിറ്റിയോടുകൂടി അല്ലേ, നമ്മളൊരു ഹ്യൂമൻ എറേഴ്സസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ബട്ട് വേറെ റോബോട്ടിക്കിലെ മെഷീൻ എറേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മൾ അതിനനുസരിച്ചാണ് അത് പ്രോഗ്രാം ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടർ ഡിസൈനും കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് വേർ തിങ്സ് ഈ ഒരു ദിവസം വിതൗട്ട് ദിസ് ടെക്നോളജി വി വുഡ് ഹാവ് റേഞ്ച് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് അവൈലബിൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഉള്ള പോലെ ആ ഒരു പ്രൈസിൽ. ഹാൻഡ് ബിൽഡിംഗ് മാനുവൽ ടെക്നിക്സ് സ്റ്റിൽ വെരി മച്ച് ഹാവ് ദെയർ ഓൺ പ്ലേസും ഡിസൈനൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അല്ലേ, കൈ കൊണ്ട് നെയ്ത ഇതെന്നൊക്കെ നമ്മൾ പറയും. ബട്ട് സ്റ്റിൽ മെഷീൻസ് മോർ ക്യുക്കറാണ്, മോർ ഫാസ്റ്ററാണ്. നമുക്ക് ആ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ പല രീതിയിൽ റെഡ്യൂസ് ചെയ്യാം, ബൾക്ക് പ്രൊഡക്ഷൻ. സോ ആ ഒരു ഡിസൈൻ അല്ലേ ചെറിയൊരു ചേഞ്ച് വരുത്തണമെങ്കിലും നമുക്ക് ആ ഡിസൈനിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ വീടൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ ഒരു 3D മോഡലിംഗ് ഉണ്ട് അല്ലേ. പണ്ട് അതൊരു ഫോട്ടോ പോലെയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ വരെ നമുക്ക് എങ്ങനെയെന്ന് കാര്യങ്ങളെല്ലാം കാണാം. ഒരു മേശ ഇടുന്നത് എങ്ങനെയാണ് പ്ലേസ് ചെയ്യണത്, ഇതെല്ലാം നമുക്ക് ഡിസൈനിൽ തന്നെ കാണാൻ പറ്റുന്നു. സോ എന്തെങ്കിലും ചേഞ്ച് നമുക്ക് അപ്പം തന്നെ ചേഞ്ച് ചെയ്യാം. പണ്ട് ഇതിപ്പോൾ പണിത് കഴിഞ്ഞിട്ട് പൊളിച്ച് മതിൽ പൊളിച്ച് കുറച്ചും കൂടി കയറ്റണോ, ഇല്ല അങ്ങോട്ട് നീക്കി വെക്കുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഡിഫിക്കൽട്ടീസ് അറൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതെല്ലാം റിമൂവ് ചെയ്ത് മോർ ക്വിക്കറായി, മോർ ഈസിയറായി, മോർ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് പല പല ഓപ്പറേഷൻസ് നമുക്ക് CAD-ഉം CAM-ൻ്റെ ഇൻവോൾവ്മെൻറ്റും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അതിൻ്റെ യൂസസ് ആസ് എ ടോൾ കമ്പ്യൂട്ടറുടെ എഞ്ചിനീയറിംഗ് ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസിന് വേണ്ടി, കമ്പ്യൂട്ടറുടെ മാനുഫാക്ചറിങ് ഇൻക്ലൂഡിംഗ് ഇൻസ്ട്രക്ഷൻ ടു കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ, CNC, NC, DNC കാര്യങ്ങൾക്ക്, ഫോട്ടോ റിയലിസ്റ്റിക് റെൻഡറിങ്, ഡോക്യുമെന്റ് മാനേജ്മെന്റ്, റിവിഷൻ കൺട്രോൾ ഓഫ് പ്രൊഡക്റ്റ്, ഡാറ്റ മാനേജ്മെന്റ്, അങ്ങനെ പല കാര്യത്തിനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പല ടൈപ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ 3D വയർ ഫ്രെയിം ഉണ്ട്,
ബേസിക്കലി 2D ഡ്രാഫ്റ്റിങ്ങിൻ്റെ ഒന്നുകൂടെ എക്സ്റ്റൻഷൻ ആണ്. അതേപോലെ 3D ഡം സോളിഡ്സ് ഉണ്ട്, സോളിഡ് വർക്ക്സ് പോലത്തെയൊക്കെ കാര്യങ്ങൾ, മാനിപ്പുലേഷൻ ഓഫ് റിയൽ വേൾഡ് ഒബ്ജക്ട്സ് ഒക്കെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ 3D പാരാമീറ്റർ സോളിഡ് മോഡലിംഗ് വരുന്നുണ്ട്, എക്സ്പ്ലിസിറ്റ് മോഡലിംഗ് വരുന്നുണ്ട്, ഡയറക്റ്റ് 3D ഓട്ടോ ക്യാഡ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെയൊക്കെ പല പല വെർഷൻസ് ആണ്. സോളിഡ് വർക്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല സോഫ്റ്റ്വെയർസ് കാര്യങ്ങൾ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. അതൊന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇപ്പോൾ ആനിമേഷൻസ് പോലും ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള കേസ് തന്നെയാണ്. സോ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ പ്രോസസ്സിൽ നമുക്ക് എന്താ 2 ആക്ടിവിറ്റീസ് ഉണ്ട്, സിന്തസിസും അനാലിസിസും. സിന്തസിസ് എന്ന് പറഞ്ഞാൽ ലാർജ്ലി ക്വാളിറ്റേറ്റീവ് ആൻഡ് ഹാർഡ് ടു ക്യാപ്ചർ ഓൺ കമ്പ്യൂട്ടർ ആണ്. നമ്മൾ എങ്ങനെയെന്ന് വേണ്ടത് ഈ രീതിയിലാണ് നമ്മുടെ ഒരു എയിം വന്ന്. അതുകഴിഞ്ഞിട്ട് അനാലിസിസ് നമുക്ക് ഈ രീതിയിൽ എന്താണ് കമ്പ്യൂട്ടർ വെച്ച് എൻഹാൻസ് ചെയ്യാം. ആ ഒരു സംഭവം ഇനീഷ്യലി ഒരു ഐഡിയ നമ്മളിന്ന് സിന്തസൈസ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് അത് കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തിട്ട് അതിൻ്റെ അനാലിസിസ് നമുക്ക് ചെയ്യാം. അനാലിസിസ് കംപ്ലീറ്റ് ചെയ്ത് എന്താ ഡിസൈൻ ഇവാലുവേഷൻ, റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ സോഫ്റ്റ്വെയർ പാക്കേജസ് ഫോർ ഡിസൈൻ ഒപ്റ്റിമൈസേഷൻസിലും എന്താണ് CAD പ്രോസസ്സിൽ തന്നെയാണ്. ഇനി കമ്പ്യൂട്ടർ ചെയ്ത മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എന്താ പ്രൊഡക്റ്റ് ഈസ് കൺസീവ്ഡ് ബൈ എഞ്ചിനീയർ, അത് കഴിഞ്ഞിട്ട് എന്താ പ്രൊഡക്റ്റ് ഈസ് ഡിസൈൻഡ് യൂസിങ് CAD സോഫ്റ്റ്വെയർ അല്ലേ. ആദ്യമേ ഒരു എഞ്ചിനീയർ ആ ഒരു പ്രൊഡക്റ്റ് കൺസീവ് ചെയ്യുന്നു, CAD സോഫ്റ്റ്വെയർ വെച്ചിട്ട് അത് ഡിസൈൻ ചെയ്യുന്നു, CAD ട്രാൻസ്ഫോം ആ ഒരു മാനുഫാക്ചറിങ് മെഷീൻസിലേക്ക് നമ്മൾ എന്താ ആ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. മെഷീൻസ് CAD ഡാറ്റ യൂസ് ചെയ്തിട്ട് എന്താ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നു. കുറച്ചൊരു ഹ്യൂമൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്, ബട്ട് സ്റ്റിൽ മെഷീൻസിന് നമുക്ക് എന്താ കമ്പ്യൂട്ടർ വെച്ച് എന്താ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് CAD സിസ്റ്റം ആണ്. ഇറ്റ് ഈസ് എ യൂസർ ഓറിയൻറ്റഡ് സിസ്റ്റം യൂസിങ് കമ്പ്യൂട്ടർ ടു ക്രിയേറ്റ് ട്രാൻസ്ഫോം ഡിസ്പ്ലേ ഡാറ്റ ഇൻ ഫോം ഓഫ് പിക്ചേഴ്സ് ഓർ സിമ്പിൾസ്. അപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക, അതിനൊക്കെ നമുക്ക് എന്താ ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ICG എന്ന് പറയാം. അതേപോലെ പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻ ഏരിയസ് ഓഫ് CAD CAM എന്ന് പറഞ്ഞാൽ ഡിസൈൻ ആൻഡ് ഡിസൈൻ അനാലിസിസും ഉണ്ട്. CAD സിസ്റ്റം അത് എവിടെയാണെങ്കിലും വുഡ് ബി ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഡ്രോയിങ് ഓഫീസ് വേർ ഫ്രീക്വൻറ്റ് മോഡിഫിക്കേഷൻസ് ആർ റിക്വയർഡ്. അതേപോലെ തന്നെ എന്താ വെരി ഈസിയാണ്, പല പ്രൊഫൈൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് കമ്പ്യൂട്ടറിൽ തന്നെ ഫീഡ് ചെയ്ത് നമുക്ക് എന്താ എടുക്കാൻ പറ്റും. സോ ഇതൊക്കെ അതിൻ്റെ ഒരു ഡിസൈൻ മോഡൽസ് ആണ് CAD CAM. ഇപ്പോൾ ഒരു എഞ്ചിൻ്റെ വ്യൂ ഇപ്പം നിങ്ങൾക്ക് കാണാം അല്ലേ. ഇതൊക്കെ പണ്ട് വളരെ ഡിഫിക്കൽട്ടായിട്ട് കൺസിഡർ ചെയ്ത പല കാര്യങ്ങളും ഇപ്പം വളരെ ഈസിലിയാണ് അല്ലേ. എന്താണ് എൻജിൻ, അതിൻ്റെ ഉള്ളിലെ കമ്പോണൻസ് എന്താണ്, അതേപോലെ തന്നെ നമുക്ക് ഒരു ബ്രാക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ നമുക്ക് മേക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഒരു വീടിൻ്റെ അല്ലേ ഇതിപ്പോൾ ഒരു ഡ്രോയിങ് ആണ്, ഇതേപോലെ തന്നെ 3D മോഡലിങ്സ്, 3D വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു എൻജിൻ്റെ ഫുൾ എക്സ്പ്ലോർഡ് വ്യൂ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങൾ, ഈച്ച് ബിറ്റ് നട്ട് കാര്യങ്ങൾ, അതിലേക്കുള്ള ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്, അതിൻ്റെ ഓപ്പണിങ്സ്, പല കേസ് ഒരു കാർബറേറ്റർ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എന്താ ഡിസൈനിൽ തന്നെ ആ ഒരു സംഭവം എന്താ കാണാൻ പറ്റും. ഇനി അതേപോലെ ഒരു മൗൾഡ് ബോക്സ് എങ്ങനെ വേണം, ഇങ്ങനെ ഓൾറെഡി വീട് കാണിച്ചാണ്. സോ ഈ കേസുകളെല്ലാം നമുക്ക് എന്താണ് ഈസി ആയിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ നമുക്ക് കാണാം, അതിനെ മോഡിഫൈ ചെയ്യാം. ഇതെല്ലാം CAD-ൽ വരുന്നു. CAD യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ CAM മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്താ ചെയ്യുന്നു. സോ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റാപ്പിഡ് ഡെവലപ്മെൻറ്റ്, മോഡിഫൈങ് ഡിസൈൻ കാര്യങ്ങൾക്ക് പറ്റും. അതേപോലെ എന്താ ഓവർ ഹെഡ് കോസ്റ്റ് നമുക്ക് കുറക്കാൻ പറ്റും. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയില്ല, നമ്മൾ ഓൾറെഡി ആ കാര്യങ്ങളൊക്കെ റിസോൾവ് ചെയ്യണമുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, എറർ ഫ്രീ ഡ്രാഫ്റ്റിംഗ് ആണ് വരുന്നത്. പിന്നെ അതേപോലെ പുതിയ പ്രൊഡക്ട്സ് മാർക്കറ്റ്സിലേക്ക് വന്നെങ്കിൽ തന്നെ മോഡിഫിക്കേഷൻ മേക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ബട്ട് ഡിസഡ്വാൻറ്റേജ് നമ്മൾ നോക്കാൻ നേരത്ത് സോഫ്റ്റ്വെയർ എക്സ്പെൻസീവ് ആണ്, സ്പെഷ്യൽ സ്കിൽസ് വേണം, എക്സ്പെൻസീവ് മെഷീൻസ് വേണം, ഹൈ മെയിൻ്റനൻസ് ആണ്, പിന്നെ നേച്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ബട്ട് സ്റ്റിൽ മാസ് പ്രൊഡക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നെയാണെങ്കിൽ ഇതൊന്നും ലിമിറ്റേഷൻസ് ആയിട്ട് കരുതേണ്ട കാര്യമില്ല. ആൻഡ് ഫൈനലി യൂസേജ് അല്ലേ, ഓട്ടോമേറ്റീവ് ഇൻഡസ്ട്രീസ് ആവട്ടെ, എയറോസ്പേസ് എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, മെഡിക്കൽ ഇൻഡസ്ട്രി, വീഡിയോ ഗെയിമിംഗ് ഇൻഡസ്ട്രി, ടൂൾ ആൻഡ് ഡൈ, വെൽഡിങ്, അങ്ങനെ വേണ്ട ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രീസിലും CAD CAM-ൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്താ കൂടുതലാണ്. കാരണം മെഷീൻസാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്, കമ്പ്യൂട്ടറിലാണ് പല കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സെഞ്ച്വറിയിൽ CAD-ഉം CAM-ഉം ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ്. So finally, if we are concluding, alternative to old mainframe and workstation based system, CAD CAM എന്ന് പറഞ്ഞാൽ മസ്റ്റ് ഇവോൾവ് ആണ്. അതേപോലെ ഫാസ്റ്ററും മോർ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ഓൾമോസ്റ്റ് അല്ലേ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഓരോ കൊല്ലം കഴിയുന്നതോറും പുതിയ അപ്ഡേഷൻസ് വരുന്നു, അത് എല്ലാവരും ചെയ്യുന്നു. അതിനനുസരിച്ച് ഉള്ള അപ്ഡേഷൻസിൽ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും എന്ത് വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഹോളോഗ്രാം ടെക്നോളജി, അതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് CAD CAM-ൽ. ഇതൊക്കെ എന്താ വരുന്നു. സോ നമ്മളൊരു
നോക്കണമെങ്കിൽ ഒരു 10 കൊല്ലം മുമ്പത്തുള്ള കേസുകളല്ല നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. പല കാര്യങ്ങളും ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സിലായാലും സോഫ്റ്റ്വെയർസ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 97, 2000, 2010, 11, 10, 11 എന്നൊക്കെ പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർസ് മാറുന്നുണ്ട്. അതേപോലെ യൂസ് ചെയ്യുന്ന സോളിഡ് വർക്ക്സ് 1, സോളിഡ് വർക്ക്സ് 2 എന്നൊക്കെ പറഞ്ഞ് 3D മോഡലിംഗിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പല പല കാര്യങ്ങൾ നമുക്ക് ഈസി ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈസിലി ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഡിസൈൻ വെച്ചിട്ട് മാനുഫാക്ചർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം നമുക്ക് അതിൽ തന്നെ മോഡൽ ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് കണ്ട് അതനുസരിച്ച് എന്താ മാനുഫാക്ചർ ചെയ്യാൻ മതി. സോ അതെല്ലാം എന്താണ് ഇപ്പോഴത്തെ ഒരു സിനാറിയോയിൽ വളരെ അഡ്വാൻറ്റേജ് ആണ്. സോ ഫൈനലി ബ്രീഫ് ചെയ്യണമെങ്കിൽ CAD CAM കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യുക, കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പ് കൊണ്ട് എന്താ മാനുഫാക്ചർ ചെയ്യുക, മെഷീൻസിലേക്ക് റിലീസ് ചെയ്യുക. ഇനി ഇത് വെച്ചിട്ടുള്ള പല കാര്യങ്ങൾ NC, CNC, DNC മെഷീൻസ് ഒക്കെ വരുന്നുണ്ട്. കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ, ഡയറക്റ്റ് ന്യൂമറിക്കൽ കൺട്രോൾ അല്ലേ. ഇപ്പോൾ DNC എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ പ്ലാന്റ് ഈവെന്തോ കൊച്ചിയിലാണെങ്കിലും നമുക്ക് എന്താണ് ഇതിപ്പോൾ മുംബൈയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു പ്ലാന്റ് എന്താ കമ്പ്യൂട്ടർ ഓപ്പറേറ്റഡ് വെച്ച് കൺട്രോൾ ചെയ്യും. സോ അത്രത്തോളം ഇവോൾവ് ആയി. ക്ലിയർ. സോ എന്തെങ്കിലും ഡൗട്ട്സോ ക്വറീസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. സോ താങ്ക് യു.